കോയിൻ്റെ ചാറ് കൂട്ടാവൂ എന്നൊരു പാട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെടുമ്പാശ്ശേരി മാറത്തല ഹൈസ്കൂളിൽ 5ലും 6ലും 7ലും പഠിക്കുന്ന സമയത്ത് അവിടെ ജോയി സാർ എന്ന് വിളിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഈ അപ്പുറം പ്രൈമറി ക്ലാസ്സുകളിൽ സാമൂഹ്യ പഠനം പഠിക്കുന്ന ആൾ, പരമരസിക്കണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്. നമ്മൾ ക്ലാസ് തീരരുത് എന്ന് ആഗ്രഹിച്ചു, ചിരിച്ച് വശം കിട്ടും. അപ്പോൾ അദ്ദേഹം പല കുസൃതികളും പല തമാശ കഥകളും ക്ലാസ് പറയും. അതിൽപ്പെട്ട ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഉലക്ക വീണ ചത്തക്ക വീഴുക. കഥ എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ വീട്ടമ്മ അരി ഉരലിൽ ഇടിച്ചുപിടിക്കുക. അന്ന് ഈ ഫ്ലവർ മില്ലൊന്നും അതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദിവസങ്ങളായി പക്ഷേ ഒരു ജയശങ്കർ എന്ന പേരായ വക്കീൽ, അതുപോലെ കുറേ സംഘി വക്കീലന്മാരും സംഘി സെലിബ്രിറ്റികൾ എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ജീനിയസുകളായി അഥവാ മുസ്ലിമീങ്ങൾക്കെതിരെ എന്തു ഹീനമായ വാക്കുകളും പറയാമെന്ന ഒരു ബോധ്യം ആലോചിച്ച് നോക്കൂ. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘി വക്കീല് പരിഹാസപൂർവ്വം ഈ സമുദായത്തെ നിന്ദിക്കുകയാണ്. ലീഗിനെ പരിഹസിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും മുസ്ലിം സമുദായത്തെ പരിക്കേൽപ്പിച്ചുകൊണ്ടുള്ള പരിഹാസ വാക്കുകളാണ് ഈ പറയുന്ന സംഘി വക്കീൽ എന്നും അയാളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഗൃഹനാഥന് കുട്ടികൾക്ക് കൊടുക്കാം, ബാക്കി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കാം എന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് വരും വെച്ചാൽ ഉച്ചക്ക് ഊണിൻ്റെ സമയമൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിയാർ കയറും. മുസ്ലിയാർ വരുമ്പോൾ ചോറ് കൊടുക്കാം, പക്ഷേ കൂട്ടത്തിൽ കോഴിക്കറി കൊടുക്കാൻ പറ്റില്ല. കോഴിക്കറി കൊണ്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ബിസ്മില്ലാ അർത്ഥ ഹലാലായ കോഴിയാണ്. അതുകൊണ്ട് വീട്ടമ്മ വളരെ അപ്പോളജിറ്റിക്കായിട്ട് മുസ്ലിയാർ പോലും ഉലക്ക വീട് ചത്ത ഒരു കോഴിയുടെ കറിയിട്ട് അത് കഴിക്കാമോ? മുസ്ലിയാർ അല്പം ആലോചിക്കും. ഹലാലായ കോഴിയല്ല, ഉലക്ക വീട് ചത്തത് ഹലാലല്ല. മുസ്ലിയാർ ഒരു കറി ചാറ് കഴിക്കാം, ഇറച്ചി കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ വീട്ടമ്മ ആ ചോറിൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനത് പരസ്യപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇയാൾ പറയുന്ന ഉപമകൾ നോക്കണം. എല്ലാ കാലത്തും എല്ലാ സമുദായത്തിലും നോക്കൂ, വിദ്യാസമ്പന്നത എന്ന് പറയുന്നത് ആദ്യകാലത്തതിനേക്കാൾ ഇപ്പോൾ കൂടുതലായിരിക്കുന്നു എന്നത് എല്ലാ സമുദായത്തിലും ഒരുപോലെയായിരുന്നു. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമല്ല. അജ്ഞത എന്ന് പറയുന്നതിൽ നിന്ന് മനുഷ്യൻ ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർന്നു വരണമെന്ന് ഏറ്റവും നിർബന്ധമായി ശാസിച്ച ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് തൊലബൽ ഹിൽമു ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പ്രവാചകൻ്റെ അധ്യാപനം പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ വിജ്ഞാനം എന്ന് പറയുന്നത് എവിടെയുണ്ടോ അത് തേടിപ്പിടിച്ച് പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയിലായാലും നിങ്ങൾ പോയിട്ട് വിദ്യ അഭ്യസിക്കണമെന്ന് ആ പ്രവാചകൻ അക്കാലത്ത് പറഞ്ഞത്. അത്രമാത്രം ഒരു രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ പ്രാധാന്യമുണ്ട് ഒരു പണ്ഡിതൻ്റെ മഷിക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിജ്ഞാന സമ്പാദനം, വിജ്ഞാന പ്രോത്സാഹനം, വിജ്ഞാനം അതാണ് അൽ ഹിൽമു അയാത്തുൽ ഇസ്ലാം. ഏറ്റവും വലിയ ജീവനാഡിയാണ് ഇസ്ലാമിൻ്റെ വിജ്ഞാനം. അപ്പോൾ എല്ലാ കാലത്തും നമുക്കൊക്കെ അറിയാം, അൽ ജബർ വൽ മുക്കാവില എന്ന് പറയുന്ന അറബ് ഗ്രന്ഥത്തിൽ നിന്നാണ് ആൽജിബ്ര എന്ന് പറയുന്ന ഗണിതശാസ്ത്രം ഇംഗ്ലീഷുകാർ പോലും കൊണ്ടുപോയത്. അങ്ങനെ ഒട്ടനേകം യൂണിവേഴ്സിറ്റി, മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് അവരതൊക്കെ നമുക്കൊക്കെ അറിയാം. ഇമാം റാസിയെ പോലെയുള്ള അല്ലേ, അതുപോലെ തന്നെ ഒട്ടനേകം വൈദ്യശാസ്ത്ര മേഖലയിൽ വളർന്നു വന്നിരുന്ന ഇബ്നു ബത്തൂത്തയെ പോലെ നോക്കൂ, അത് അങ്ങനെ എണ്ണി പറയാവുന്നതിലധികമുണ്ട്. അഥവാ മുൻകാലത്തൊക്കെ ഈ പറയുന്ന തുർക്കി ഖിലാഫത്ത് മുതൽ ഒട്ടനേകം ഈ ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ്, മുസ്ലിങ്ങളായതുകൊണ്ടാണ്. അവരുടെ വിജ്ഞാന ശക്തിയാണത്. അപ്പോൾ ഇടക്കാലത്ത് അവർക്ക് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര വിജ്ഞാനം ഉണ്ടായിരിക്കില്ല. അത് എല്ലാ മതത്തിലുമുണ്ട്. എല്ലാ മതത്തിലും ഇടക്കാലത്ത് മാത്രമല്ല, വേദം കേട്ടാൽ ചെവിയിൽ ഈയം ഒഴുക്കണമെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹൈന്ദവ വിഭാഗത്തിലെ അല്ലേ. അവർ തന്നെ പറയും മനുസ്മൃതി എന്താണ്, ആ മനുസ്മൃതിയെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞത് അംബേദ്കറാണ്. മാത്രമല്ല മനുസ്മൃതിയിലും അതുപോലെ തന്നെയുള്ള മറ്റു വേദങ്ങളിലൊക്കെ മനുഷ്യനെ നിറക്കുന്ന ഏത് വാക്കാണുള്ളത്? പരിഹാസ്യം നിറഞ്ഞതും അപമാനം നിറഞ്ഞതുമാണ് മുഴുവനും. നമുക്കൊക്കെ അറിയാം, ഈ അസംബന്ധം അഥവാ സംബന്ധം എന്ന പേരിൽ ഉയർന്ന ജാതികൾ മറ്റൊരു ജാതിയിലേക്ക് വരുമ്പോൾ, ഇയാൾ ഏത് ജാതിയാണെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ അവിടെ ഭർത്താവ് പോലും മാറി നിന്ന് കൊടുക്കണം. അതല്ലെങ്കിൽ അവിഹിതമായിട്ട് സ്ത്രീകളുമായിട്ട് അഥവാ നായന്മാരുടെ കുടുംബങ്ങളിലൊക്കെ നമ്പൂരിമാർ അസംബന്ധപരമായി അവിഹിത അഥവാ അന്യായമായ അവിഹിതം നടത്തുന്നതിന് സാധൂകരിച്ചുകൊണ്ട് ഈ നമ്മുടെ നാട് പറയുന്നതാണ് സംബന്ധക്കാരനാണ് എന്ന് പറയുന്നത്.
അത്രമാത്രം പരിഹാസ്യമായിട്ടുള്ള സമുദായമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന നായന്മാരും നമ്പൂരിമാരുടെയും ഒക്കെ. ഇനി അതല്ല, മറ്റു വിഭാഗങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അവരാവട്ടെ ഇവരുടെ പാദസേവകരുമായിരുന്നു. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നതും തിരിച്ചറിവ് എന്ന് പറയുന്നതും ആദ്യകാലത്ത് തന്നെ സ്വായത്തമാക്കിയ ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ. എന്നിട്ടാണ് ഇയാൾ യഥാർത്ഥത്തിൽ എന്തു പറയുന്നത്? മുസ്ലിങ്ങളെ നിന്ദിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അപ്പോൾ ഈ വീട്ടമ്മ ആ ചോറിൻ്റെ കൂടെ ഈ കോഴിക്കറിയുടെ ചാറ് വെച്ചു. മുസ്ലിം കഴിച്ചു നല്ല സ്വാദ്. അപ്പോൾ ചാറ് കഴിക്കാമെങ്കിൽ പിന്നെ കഷ്ണം കഴിക്കാൻ പറ്റും. അതിന് തയ്യാറാണ്. ദൈവശാസ്ത്രപരമായിട്ട് അതിന് വലിയ വിലക്കൊന്നുമായിട്ട് പിന്നെ കാര്യം കൂടെ മുസ്ലിം തോന്നിയില്ല എന്നുള്ള കഥ. അത് പിന്നെ ഏതോ ഗ്രാമീണ കവി ഞാൻ നേരത്തെ പാടിയ ഒരു പാട്ടാക്കി മാറ്റി. ഒരു ഒലക്ക വീട് ചത്ത കോഴിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള കഥ തുടങ്ങിയാണ്. കാരണം ഏതോ ഒരു മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയുന്നതോ അല്ല അവരുടെ വേദവാക്യം. അവർക്ക് പരിശുദ്ധ തറക്കത്തു ഫീക്കും അമ്രൈനി കിതാബില്ലാഹി വസുന്നത്ത റസൂലിഹി, രണ്ടു കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്, ആ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകാവസാനം വരാതെ നിലനിൽക്കും. അത് ഏതാ? പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത് ആ പ്രവാചകൻ്റെ വചനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത്രമാത്രം വിജ്ഞാന സമ്പുഷ്ടമായ സമൂഹമാണ്. ഏതെങ്കിലും പ്രദേശത്ത് നോക്കൂ, ഏതെങ്കിലും മുത്തശ്ശി കഥകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന എന്താ പറയുക അഘോരികൾ എന്ന് പറയുന്ന വിഭാഗം നഗ്നരായിട്ട് നടക്കുന്നു അല്ലേ? നമ്മൾ കാണുന്നില്ലേ വടക്കേ ഇന്ത്യയിലൊക്കെ സാക്ഷരത എന്താണ്? അപ്പോൾ അതൊന്നുമല്ല ഇയാൾക്ക് പരാമർശം. അവിടെ വടക്കേ ഇന്ത്യ മുതൽ BJP ഇപ്പോഴും സാക്ഷരതയുടെ കാര്യത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇയാൾക്ക് എതിർക്കാനില്ല. ഇയാൾ എപ്പോൾ നോക്കിയാലും ഇയാളുടെ വായ തുറക്കുന്നത് മുസ്ലിം സമുദായത്തെ എങ്ങനെ നിന്ദിക്കാമോ, അപമാനിക്കാമോ, വഷളാക്കാമോ, അത് മാത്രമേ അയാൾക്ക്. നിങ്ങൾ അത് കേട്ടില്ല, ആദ്യം ഞാൻ വെച്ചത് അതാണ്. ഇപ്പോഴും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എന്താണ് ഇയാൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇയാളുടെ തലയിൽ മുഴുവനും മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷം, അതുവഴി മുസ്ലിം ലീഗ്, അത് മുസ്ലിം ഭൂരിപക്ഷത്തെ എന്താ പറയുക പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിനെ ആ മുസ്ലിം ലീഗിനെയും കളിയാക്കി അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഇയാളെ നിയമത്തിൻ്റെ മുമ്പിൽ എന്താ പറയുക നിയമജ്ഞനാണ്. ആ നിയമജ്ഞൻ തന്നെ രാജ്യത്തെ ജനങ്ങളോട് അങ്ങേയറ്റം മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന നിലയ്ക്ക് അവരെ പുച്ഛിക്കുന്ന വാക്കുകളാണ് അയാളിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിലൂടെ അയാൾ പുറത്തു വിടുന്നത് മുഴുവനും ഈ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതാണ്. അത് ആളുകൾക്ക് ബോധ്യമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.